ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു മാത്സ് സ്റ്റഡി പ്ലാനായിട്ട് വന്നേക്കുന്നത്. നമുക്കിനി 3 ദിവസത്തെ മാത്സ് പഠിക്കാൻ. അപ്പോൾ ടോട്ടൽ 14 ചാപ്റ്റേഴ്സാണ് പഠിക്കുന്നത്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു തവണ ഒരു വിഷയം കഴിഞ്ഞവരാണെങ്കിൽ, അതായത് 90% സിലബസ് നിങ്ങൾ കവർ ചെയ്തവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന് ഒരു 7 ചാപ്റ്റേഴ്സും നാളെ ഒരു 7 ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ മറ്റന്നാൾ ഫുൾ റിവിഷൻ നടത്താം. അതായത് മൊത്തം ക്വസ്റ്റ്യൻസ്, അതായത് പിന്നെ കോൺസെപ്റ്റ് പഠിക്കലില്ല, പിന്നെ ഫുൾ ക്വസ്റ്റ്യൻസ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ കാണുന്ന പലരെയും സംബന്ധിച്ചിടത്തോളം, ഐ മീൻ ദാറ്റ് ബാക്കിയുള്ള 90% ആൾക്കാർ, 10% ആൾക്കാരെ അതുപോലെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള 90% അല്ലെങ്കിൽ 99% ആൾക്കാർ ഇതുവരെ ഒന്നും റിവൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇപ്പം തൊട്ട് പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇന്ന് നമുക്കൊരു 5 ചാപ്റ്ററെങ്കിലും തീർക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് ഭയങ്കര ടയേർഡാണ്, ഇങ്ങനെ 5 ചാപ്റ്റർ തീർക്കാമെന്ന്. ഒന്നാമത് ഫിസിക്സ് എക്സാം കഴിഞ്ഞ് വന്ന ദിവസമാണല്ലോ. അപ്പോൾ 5 ചാപ്റ്റർ തീർക്കാമെന്ന് വെച്ചാൽ ശരിക്കും ഇത് സിമ്പിളാണ്. അതായത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള, നമുക്ക് 14 ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരു 3 ചാപ്റ്റർ എന്തായാലും സിമ്പിളായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ 2 ചാപ്റ്റേഴ്സും കൂടിയിട്ട് ആഡ് ചെയ്യുക. ഞാനിന്ന് സെറ്റ്സ്, പിന്നെ ലീനിയർ ഇനിക്വാളിറ്റി, പ്രോബബിലിറ്റി, സ്റ്റാറ്റി, പിന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതൊക്കെയാണ് ബൈനോമിയൽ തിയറി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ്, എനിക്ക് സിമ്പിളാന്ന് തോന്നുന്ന ചാപ്റ്റേഴ്സാണ് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പം നിങ്ങളും ഇന്ന് സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, ഇന്ന് നിങ്ങൾ ഈ പഠിക്കുന്ന 5 ചാപ്റ്റർ നാളത്തേക്ക് നിങ്ങൾക്ക് നല്ല അസറ്റ് ആയിരിക്കും. ഇന്നൊരു 5 ചാപ്റ്റർ പഠിച്ച ഒരു കുട്ടിക്ക് നാളത്തേക്ക് ഒരു 5 ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ 9 ചാപ്റ്റർ. ബാക്കിയുള്ള 4 ചാപ്റ്റർ തിങ്കളാഴ്ച പഠിക്കുക, അല്ലെങ്കിൽ നാളെ തന്നെ ബാക്കി സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ മറ്റന്നാൾ കംപ്ലീറ്റ് ആക്കുക. എന്തായാലും നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, കോൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കുക. കോൺസെപ്റ്റ് മനസ്സിലായ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാനുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്കങ്ങനെ പറ്റിയില്ലെങ്കിൽ കൂടി അത്രയും നമ്മുടെ അറിവ് അസറ്റായിട്ട് കൂട്ടിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞായറാഴ്ചയാണെങ്കിൽ നിങ്ങൾ പരമാവധി PYQs ചെയ്യുക. ഓരോ ചാപ്റ്ററിലെയും ഓരോ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പരമാവധി PYQസും NCERT ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് സമയം നമ്മുടെ മുമ്പിലില്ല. കെമിസ്ട്രിക്ക് കളഞ്ഞ പോലെയോ ഫിസിക്സിനെ യൂസ് ചെയ്ത പോലെയോ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ആകെ 2 ദിവസമേ ഉള്ളൂ, 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് സ്റ്റഡിങ് ആൻഡ് ഡു ദ ബെസ്റ്റ്. ഒരു കാര്യം ഓർക്കുക, ഇതാണ്, ഈ റിസൾട്ടാണ് നമ്മുടെ മാർക്ക് ഷീറ്റിൽ വരിക. അല്ലാതെ നമ്മൾ ഇത്ര നാൾ എന്ത് മാർക്ക് മേടിച്ചു, ഇത്ര നാൾ നമുക്ക് ഫുള്ളായിരുന്നോ, ഇത്ര നാൾ നമ്മൾ തോറ്റുപോയോ, അതൊന്നും ഒരു മാറ്റർ അല്ല. ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു, ഇപ്പം നമ്മൾ എന്ത് എഴുതി, അത് മാത്രമാണ് ഇത് മാറ്റർ. ഇനിയിപ്പോൾ നിങ്ങൾ ഫോൺ നോക്കിയാണ് പഠിക്കണമെങ്കിൽ, ക്ലാസ് കണ്ടോ അങ്ങനെ ഫോൺ യൂസ് ചെയ്താണ് പഠിക്കണമെങ്കിൽ, ഫോൺ നോക്കി പഠിച്ചോ അതോ ലാപ്പ് നോക്കി പഠിച്ചോ, അതോ ടാബോ എന്ത് വേണമെങ്കിൽ നോക്കി പഠിച്ചോ, അതൊന്നും ഒരു മാറ്റർ അല്ല. പക്ഷേ എന്ത് നോക്കി പഠിച്ചാലും അത് വഴിതെറ്റി പോകാൻ ചാൻസ് ഉണ്ടാവരുത്. അതായത് ഇൻസ്റ്റയിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലേക്കോ റീൽസിലേക്കോ ഒന്നും പോവാതെ കറക്റ്റ് എക്സാം ഹാളിൽ നമുക്ക് ഉത്തരം കിട്ടാതിരിക്കുന്ന ആ ഒരു സംഭവം മാത്രം ആലോചിച്ചിരുന്ന് പഠിക്കുക. അപ്പം നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റും. നിങ്ങളുടെ സക്സസ് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ നൈറ്റ് പേഴ്സൺ ആണെങ്കിലും ഡേ പേഴ്സൺ ആണെങ്കിലും അതൊന്നും മാറ്റർ അല്ല. നിങ്ങൾ കിടന്നുറങ്ങണം. നിങ്ങൾ പരമാവധി 6 hours to 7 hours ഡെയിലി ഉറങ്ങിയിരിക്കണം. ഒരുപാട് ഉറക്കം കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനെ അത് ബാധിക്കും. പിന്നെ ഹെൽത്തി ഫുഡ് കഴിക്കുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, പിന്നെ നല്ല നല്ല ബ്രേക്ക് എടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. ബൈ.